ഈ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഭയങ്കര മെയിൻ എടുക്കുമല്ലോ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇടപെടേണ്ട സർക്കാരാണ് അല്ലേ? അവർക്ക് തൊഴിൽ വകുപ്പില്ലേ ഈ പറയുന്ന സംവിധാനം? 27,000 പേർക്ക് ശമ്പളം കൊടുക്കാനിരിക്കുന്ന സ്ഥലത്ത് തൊഴിൽ വകുപ്പ് എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ട് പറയുന്നില്ല ഇവർക്ക് ശമ്പളം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവിടുന്ന് ഒരാൾക്ക് ഒരു മാസം പൂട്ടിപ്പോകാൻ പറ്റുന്ന കമ്പനിക്ക് PF അടച്ചില്ലെങ്കിൽ അന്നേരം ലെറ്റർ വരും. എന്ത് പറഞ്ഞിട്ട്? PF അടയ്ക്കുന്ന ഒരു ലെറ്റർ വരില്ലേ? പൂട്ടിപ്പോയ കമ്പനിക്ക് ലെറ്റർ വരും. അതുപോലെയാണോ? പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പെറ്റീഷൻ എഴുതിയിട്ട് നമ്മുടെ PFൻ്റെ ഓഫീസിലോ തൊഴിൽ വകുപ്പിൻ്റെ ഓഫീസിലോ കൊണ്ട് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ ആ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർ വരില്ലേ? 27,000 കോടി രൂപ ശമ്പളം കൊടുക്കാനുള്ള 27,000 ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സർക്കാർ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? 18 കോടി 90 ലക്ഷം രൂപ കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ലേ? 2 മാസമായിട്ട് കൊടുത്തില്ല. അതിനുവേണ്ടി സമരം നടത്തുന്നു. ഇനി എന്താ അവരുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത്? ഇതെങ്കിലും വലിയ മാനദണ്ഡമില്ലാതെ 10 ഇനം മാനദണ്ഡങ്ങളാണ് 7,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് എവിടെയും ഇങ്ങനെ പണിക്കാരെ കിട്ടുമോ? ഏതാവശ്യത്തിന് വേണ്ടി കിട്ടുമോ? ഒരു മാനദണ്ഡമില്ലാതെ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന 27,000 ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുള്ളതാണ്. അവർക്ക് വേണ്ടി അത് കൊടുക്കുക 7,000 കൊടുക്കാൻ വേണ്ടി 500 മാനദണ്ഡം. പക്ഷേ ആ മാനദണ്ഡം ഗവൺമെൻറ് മാറ്റി എന്നുള്ള പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ അകത്ത് നല്ല കാര്യമാണ്. ഇനി 2 മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ എടുത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. ഇനി എന്താണ് അരുൺ സാറ് പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് 10,000 രൂപയെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാണിക്കണമെന്നുള്ളതാണ്.